രണ്ടാം പിണറായി സർക്കാർ അവസാന മാസങ്ങളിലാണ്. 10 വർഷങ്ങൾക്കിപ്പുറം ഭരണത്തെക്കുറിച്ചുള്ള ജനവികാരം പൂർണ്ണമായും അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതറിയാൻ മന്ത്രിസഭയൊന്നാകെ പുറപ്പെട്ടൊരു യാത്ര നടത്തിയിരുന്നു. അതിനൊടുവിൽ രക്ഷാപ്രവർത്തനത്തിന് പുതിയൊരു അർത്ഥം രൂപപ്പെട്ടതാണ്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതുമാണ്. പക്ഷേ ജനത്തെ അറിയാനുള്ള, ജനക്ഷേമത്തിന് ചെയ്തതൊക്കെയും അവരെ സന്തുഷ്ടരാക്കിയോ എന്നറിയാനുള്ള ആകാംക്ഷ അതവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഓരോ വകുപ്പുകളുടെയും സംഗമം നടന്നു. അതിനിടയ്ക്കൊരു ആഗോള അയ്യപ്പ സംഗമവും ഉണ്ടായി. CM with me എന്ന പരിപാടിയും നടത്തി. ഏറ്റവും ഒടുവിലിതാ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചറിയാൻ 80 ലക്ഷം വീടുകളിലേക്ക് എത്തുകയാണ്. അതിനെന്തുകൊണ്ടും നല്ലത് പാർട്ടി നിശ്ചയിക്കുന്നവരെ അയക്കുകയാവും. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സർവേ നടത്താനാണ് തീരുമാനം. 20 കോടി ചെലവഴിച്ചുള്ള സർവേ കൊണ്ട് വേറെ എന്താണ് ഫലം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മരണമൊഴിയും SIT ആശുപത്രിയിൽ നിന്നും അണുബാധയേറ്റുള്ള യുവതിയുടെ മരണവും അട്ടപ്പാടിയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ചുമരിടിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ മരിച്ചതൊക്കെയാണ് ക്ഷേമകേരളത്തിലെ ഇന്നത്തെ കാഴ്ചകൾ. സർവേ പാർട്ടി പരിപാടിയോ എന്നതാണ് ചോദ്യം.